ഇടവക അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? ബാസ്റ്റിൻ. ബാസ്റ്റിൻ്റെ മോനാണ് ഇത്. ഈ മോന് വേണ്ടി എന്നാ പ്രാർത്ഥിച്ചത്? വ്യാഴാഴ്ച രാവിലെ ഈ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ മകൻ്റെ വളഞ്ഞിരുന്ന നട്ടല് പ്രാർത്ഥിച്ച നിമിഷം തന്നെ നിവർന്നു. ആ സാക്ഷി നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബാസ്റ്റിൻ. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൻ്റെ പേര് ബെനഡിക്റ്റ്. വ്യാഴാഴ്ച രാവിലെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിനെ കാണണമെന്നത് എൻ്റെ തലേദിവസം അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ അതായത് നട്ടലിന് ചെറിയ വളവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസം ഒരു ട്രീറ്റ്മെൻറ്റ്, ഞങ്ങളൊരു ബോൺ അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു ജസ്റ്റ്. അപ്പോൾ അവന് അതിൽ ആ ട്രീറ്റ്മെൻറ്റിൽ നല്ല പെയിൻ ഉണ്ടായി. ആ പെയിൻ ഉണ്ടായപ്പോൾ അവൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല പെയിൻ ഉണ്ടായി. ഇപ്പോൾ സാബു ബ്രദറിനെ കാണുകയാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് അത് മാറുമല്ലോ എന്ന് അവൻ ആ പറഞ്ഞ സമയത്ത് ചേട്ടൻ്റെ മെസ്സേജ്, ആളവിടെ വരുന്നുണ്ട്, പിന്നത്തെ ദിവസം രാവിലെ വന്നാൽ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ അവിടെ ചെല്ലുകയും സാബു ബ്രദർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവനെ പുറത്ത് നട്ടിൽ വളഞ്ഞിരുന്നത് ആ പ്രാർത്ഥിച്ച സമയത്ത് അത് പെട്ടെന്ന് പൊങ്ങി ബൾജ് ചെയ്ത് നിന്നിരുന്നത് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവൻ്റെ കാലിന് ഒരല്പം ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഒരല്പം കൂടി ഉണ്ട് ഇനി ബാക്കി അവനെ ഉപയോഗിച്ചിരുന്ന ഹൈറ്റ് കൂടി ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ ലെങ്ത്ത് മാറ്റം വന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ മകൻ്റെ നട്ടല് വളഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ മോനെ? അത് എന്നോട് പറഞ്ഞു, ഞാൻ ഇവൻ്റെ നട്ടല്ലേ ഇങ്ങനെ ഒന്ന് എൻ്റെ കൈകൊണ്ട് കുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ നട്ടൽ നിവരാൻ ഒറ്റ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് പപ്പായോട് നോക്കാൻ പറഞ്ഞു. പിടിച്ചു നോക്കട്ടെ, ഒറ്റ കരച്ചിലായിരുന്നു. അപ്പനും അമ്മയും എല്ലാവരും കരച്ചിലായിരുന്നു. ഇവൻ്റെ വളഞ്ഞിരുന്ന നട്ടൽ ആ സെക്കൻഡിൽ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ബെനഡിക്റ്റിനെ കർത്താവ് തൊട്ടു. ഹല്ലേലൂയ.